Hello everyone, welcome to channel MNC Updates. I am Krishna. So, in this video, I am important 9 websites. You UK-NHS job applications. This 9 websites. That's a clear, complete video tutorial. I will introduce you. Okay? So, you are an international nurse. Work you are already UK PIN number nurse. You Arab countries work work you job applications. UK NHS job apply. നിങ്ങൾ ഇനി വേറെ ഏതൊരു തസ്തികയിലാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സെയിം ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഈ വീഡിയോയുടെ കംപ്ലീറ്റ് ഞാൻ പറയുന്നുണ്ട് എന്തായാലും. ഓക്കെ, അപ്പോൾ ഓരോ വെബ്സൈറ്റ്സും ഇതിനകത്ത് കാണിച്ച് എങ്ങനെയാണ് അതിനകത്ത് കീവേഡ്സ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ജോബ് നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് കിട്ടുകയാണെങ്കിൽ അതിന് എങ്ങനെയാണ് നോക്കേണ്ടത്, അതായത് ഫ്ലെക്സിബിൾ ജോബാണോ നോക്കേണ്ടത്, പാർട്ട് ടൈം ജോബാണോ, പെർമനൻറ്റ് ആൻഡ് ഫുൾ ടൈം ജോബാണോ, വർക്കിംഗ് അവേഴ്സ് നിങ്ങൾ എത്രയാണ് നോക്കേണ്ടത്, സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് അതിനകത്ത് തരുന്നുണ്ടോ എന്നുള്ള കാര്യം എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യങ്ങൾ അടങ്ങുന്ന ഒരു കംപ്ലീറ്റ് വീഡിയോ ട്യൂട്ടോറിയലാണ് ഇതിനകത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഏകദേശം 15,000 ജോബ് വാക്കൻസീസ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ അതെല്ലാം ഡിഫറെൻറ്റ് കാറ്റഗറീസിലാണ്. അപ്പോൾ അതെല്ലാം എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി ഈ പറയുന്ന 9 വെബ്സൈറ്റ്സിൽ കൂടെ നിങ്ങളുടെ ജോബ് ആപ്ലിക്കേഷൻസ് നിങ്ങൾ കൊടുക്കാനും അല്ലെങ്കിൽ സെർച്ച് ചെയ്യാനും നിങ്ങൾ മാക്സിമം നോക്കുക എന്തായാലും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് ജസ്റ്റ് ജോബ് ആപ്ലിക്കേഷൻസ് ഏതൊക്കെ ത്രൂ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നോക്കാം എന്തായാലും. ഓക്കെ, ഫൈൻ. അപ്പോൾ ഞാൻ കുറച്ച് സൈറ്റ്സ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഏതൊക്കെയാണെന്നുള്ള കാര്യം. മെയിൻ തിങ് നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന കുറച്ച് സൈറ്റുകളാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഒന്ന് ട്രാക്ക് ജോബ്സ്. ഓക്കെ, ട്രാക്ക് ജോബ്സിൽ നിങ്ങൾ എപ്പോഴും പറ്റുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ തന്നെ ഒരു സൈൻ ഇൻ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിടുക. അതായിരിക്കും ഓൾവേസ് ഈസി. കാര്യം നിങ്ങൾ ഏതൊരു ജോബ് റെസ്യൂമിന് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിലും ആ റെസ്യൂം അവിടെ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ അവിടെ സേവ്ഡ് ആയിരിക്കും. ഓക്കെ, പിന്നീട് നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ അടുത്തൊരു ജോബ് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്തോ ഈ സെയിം തിങ് തന്നെ ഓട്ടോമാറ്റിക്കലി അതിനകത്ത് ലോഡഡ് ആവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീണ്ടും അതൊന്ന് റീചേഞ്ച് ചെയ്താൽ മാത്രം മതിയായിരിക്കും, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓൺലൈനിൽ തന്നെ കിടക്കും. അപ്പോൾ ആദ്യമേ ഫസ്റ്റ് തിങ് നിങ്ങൾ ട്രാക്ക് ജോബ്സ് കാര്യം എല്ലാ ട്രസ്റ്റും UK-യിലുള്ള ഓൾമോസ്റ്റ് ഉള്ള എല്ലാ ട്രസ്റ്റുകളും തന്നെ ജോബ് ആപ്ലിക്കേഷൻ ഡയറക്റ്റ് ആയിട്ട്, അതായത് നിങ്ങൾ ഓരോ ട്രസ്റ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിലും വേറെ ഡിഫറൻറ്റ് സൈറ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിലും ജോബ് ആപ്ലിക്കേഷൻ നിങ്ങൾ നേരെ റീഡയറക്റ്റ് ചെയ്ത് പോകുന്നത് ട്രാക്ക് ജോബ്സിലോട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മെയിൻ തിങ് എന്ന് പറയുന്നത് നിങ്ങൾ ട്രാക്ക് ജോബ്സിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് റെഡിയാക്കി ഇടുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ലോഗിൻ ഐഡിയും പാസ്വേഡും കാര്യങ്ങളെല്ലാം കാണും. സോ ദാറ്റ് നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ആദ്യം തൊട്ടേ ചെയ്യേണ്ട ആവശ്യം വരില്ല. ഓട്ടോമാറ്റിക്കലി എല്ലാം തന്നെ ലോഡഡ് ആവും. അതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നിങ്ങളത് തിരുത്തിയാൽ മാത്രം മതി. പ്രത്യേകിച്ച് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു റീഹാബിലിറ്റേഷൻ നഴ്സിനാണ് നിങ്ങൾ ആദ്യം അപ്ലൈ ചെയ്തെങ്കിൽ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് വ്യത്യാസമായിരിക്കും നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതേസമയം നിങ്ങൾ അത് മാറിയിട്ട് പുതിയൊരു ജോബ് ആപ്ലിക്കേഷൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നിങ്ങൾ കൊടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യുക. ബാക്കിയുള്ള എല്ലാ നിങ്ങളുടെ ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസ്, നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, അതെല്ലാം തന്നെ സെയിം ആയിരിക്കും. അപ്പോൾ വീണ്ടും നിങ്ങൾ സമയം കളയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് കൊടുക്കാനുള്ളൊരു സമയം കിട്ടുകയും ചെയ്യും എന്തായാലും. ഓക്കെ, അപ്പോൾ ട്രാക്ക് ജോബ്സിന്റെ കാര്യം മനസ്സിലായി. അതാണ് മെയിൻ തിങ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് NHS ജോബ്സ്. ഓക്കെ, NHS ജോബ്സ് ഇതിലെല്ലാം തന്നെ റീഡയറക്ട് ചെയ്തു, പക്ഷേ ഡിഫറെന്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് അതിനകത്ത് കാണിക്കും. ഓക്കെ, അപ്പോൾ NHS ജോബ്സിനകത്താണ് ബാക്കിയുള്ള നമ്മുടെ ഓൾമോസ്റ്റ് ഉള്ള വിത്തിൻ ദ UK-യിലുള്ള എല്ലാ ജോബ്സും ഇതിനകത്ത് ഹൈലൈറ്റഡ് ആയിട്ട് വരും. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ NHS ജോബ്സിൽ ക്ലിക്ക് ചെയ്ത് കയറിയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ജസ്റ്റ് ഈ സെർച്ച് ബാറിൽ പോയി കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് സ്റ്റാഫ് നഴ്സ് എന്ന് മാത്രം സെർച്ച് ചെയ്താൽ തന്നെ എത്രത്തോളം വാക്കൻസീസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് സ്റ്റാഫ് നഴ്സ് എന്ന് കൊടുത്ത് സെർച്ച് കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം ടോട്ടൽ എത്ര വാക്കൻസീസ് 14,593 വാക്കൻസീസ് കിടപ്പുണ്ട് മൊത്തത്തിൽ. ഓക്കെ, അപ്പം വാക്കൻസീസ് ഇല്ല അല്ലെങ്കിൽ വാക്കൻസീസ് ഒന്നും ഇല്ല, ഇവിടുത്തെ ജോബ്സ് ഒന്നും ഇല്ല എന്നല്ല പറയുന്നത്. കംപ്ലീറ്റ് വാക്കൻസീസ് അവൈലബിൾ ആണ് പല രീതിയിലും. ഓക്കെ, ഇതിൽ കൂടുതലുണ്ട് ബാക്കിയുള്ള ട്രസ്റ്റിലോട്ട് നമ്മൾ മാറുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ ഈ കാണുന്ന 14,593 വാക്കൻസീസ് എന്ന് പറയുന്നത് പെർമനന്റ് ജോബ്സ് മാത്രമല്ല. ഓക്കെ, അതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനകത്ത് പെർമനന്റ് ജോബ്സ് നമുക്ക് വരാറുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, എപ്പോഴും നോക്കുമ്പോൾ കോൺട്രാക്ട് ടൈപ്പ് നോക്കുക ഏതിലാണെങ്കിലും. ഓക്കെ, കോൺട്രാക്ട് ടൈപ്പും വർക്കിംഗ് പാറ്റേണും നോക്കുക. കോൺട്രാക്ട് ടൈപ്പ് പെർമനന്റും വർക്കിംഗ് പാറ്റേൺ ഫുൾ ടൈം ആണെങ്കിൽ മാത്രമേ നിങ്ങൾ കൊടുക്കുക. ബിക്കോസ് നിങ്ങൾ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് എവിടെ നിന്നാണെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് രജിസ്റ്റേർഡ് നഴ്സായിട്ട് കയറാനായിട്ട് നമ്മൾ ഇന്റർനാഷണൽ നഴ്സാണ് അല്ലേ. അപ്പോൾ നമുക്കൊരു ഫുൾ ടൈം ആയിട്ടുള്ള പെർമനന്റ് ജോബിൽ മാത്രമാണ് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള COS അവർ പ്രൊവൈഡ് ചെയ്യുക, സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ്. ഓക്കെ, അപ്പോൾ എപ്പോഴും ജോബ് നോക്കുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യം പെർമനന്റ് ആണോ ഫുൾ ടൈം ആണോ എന്നുള്ള കാര്യം നോക്കുക. കാര്യം ഇതിൽ തന്നെ നിങ്ങൾ പോകുന്ന സമയത്ത് താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഇതിൽ തന്നെ കാണും ഇവിടെ കോൺട്രാക്ട് ടൈപ്പ് പെർമനന്റ് പറയുന്നുണ്ട്, പക്ഷേ വർക്കിംഗ് പാറ്റേൺ ഫുൾ ടൈമും ഉണ്ട് പാർട്ട് ടൈമും ഉണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ ഇവിടെ കാണുന്നുണ്ട് കോൺട്രാക്ട് ടൈപ്പിൽ ഫിക്സഡ് ടേം പറയുന്നുണ്ട്. ഫിക്സഡ് ടേം എന്ന് പറയുമ്പോൾ മേ ബി ഒരു 1 ഇയറിലേക്ക് ആയിരിക്കാം, 6 മാസത്തേക്കായിരിക്കാം, 2 വർഷത്തേക്കായിരിക്കാം. ഓക്കെ,
ഫ്ലെക്സിബിൾ വർക്കിംഗ് ആണ് പറയുന്നത്, ഫുൾ ടൈം പറയുന്നുണ്ട്. പിന്നെ ചിലത് ബാങ്ക് ജോബ്സ് ആയിട്ട് വരും, NHS ബാങ്ക് ജോബ്സ് ആയിട്ട്. ബാങ്ക് ജോബ്സ് എന്ന് പറയുന്ന ഏജൻസി ജോബാണ്, അതൊന്നും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് COSO കാര്യങ്ങളൊന്നും തന്നെ കിട്ടില്ല എന്തായാലും. ഓക്കെ, അപ്പൊ ശരണ്യ ചെയ്യുന്ന സമയത്ത് ശരണ്യ ഇത് നോക്കാറുണ്ടായിരുന്നു, പെർമനന്റ് ഫുൾ ടൈം തന്നെ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്? അതെ, പെർമനന്റും പിന്നെ ബാൻഡ് ഒക്കെ നോക്കും ഞാൻ. ബാൻഡ് നോക്കാം. ബാൻഡ് ഉണ്ട്, ആ, ബാൻഡ് ഉണ്ട്. ബാൻഡ് നമുക്ക് ലൈക്ക് നമ്മൾ ഇപ്പൊ ഈ കാണിക്കുന്ന സാലറി കാണിക്കും, ഇപ്പൊ നമ്മൾ സ്റ്റാഫ് നഴ്സ് കൊടുത്തിട്ടുള്ളത് തന്നെ ഓട്ടോമാറ്റിക്കലി അത് ബാൻഡ് 5 തന്നെ ആയിരിക്കും വരിക. പിന്നെ നമുക്ക് ബാൻഡ് നമുക്ക് സെലക്ട് ചെയ്യാം, എന്തായാലും മാറ്റി നമുക്ക് കൊടുക്കാനൊക്കെ പറ്റും. അത് ഞാൻ ട്രാക്കിലോട്ട് കയറുമ്പോൾ അവിടെ നിന്ന് കാണിക്കാം എന്തായാലും. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് ലൈക്ക് ഞാൻ ആപ്ലിക്കേഷനിലോട്ട് പോകാം. പിന്നെ വരുന്നത് സ്കോട്ട്ലാൻഡിന്റെ പ്രോപ്പർ ജോബ്സിലാണ്. അതായത് നിങ്ങൾക്ക് സ്കോട്ട്ലാൻഡ് NHS ജോബ്സ് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് സ്കോട്ട്ലാൻഡിന്റെ വെബ്സൈറ്റിലോട്ട് പോകും. അവിടെ നിന്ന് നിങ്ങൾക്ക് ജോബ് കാറ്റഗറീസ് കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടെ ഇപ്പം പറഞ്ഞ പോലെ ഏത് ബാൻഡാണ് അല്ലെങ്കിൽ ഏത് സാലറി ആണ്, ഓരോ ത്രഷോൾഡ് ഉണ്ട് ഓരോന്നിന്. ഓക്കെ, അപ്പോൾ ഏതാണ് നിങ്ങൾ നോക്കുന്നത് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാഫ് നഴ്സ് തന്നെ ജോബ് ടൈറ്റിൽ നിങ്ങൾ അടിച്ചാൽ മതി, അതിനകത്ത് തന്നെ ക്ലിയർ ആയിട്ട് കിട്ടും. ഇനി ഏതെങ്കിലും സ്പെസിഫിക് ഏരിയാസ് നിങ്ങൾ ഇപ്പോൾ സ്കോട്ട്ലാൻഡിൽ തന്നെ എഡിൻബറോ നിങ്ങൾ നോക്കുകയാണ്, സ്പെസിഫിക് ഏരിയാസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഏരിയയിലുള്ള അല്ലെങ്കിൽ ആ ലൊക്കാലിറ്റീനകത്തുള്ള തന്നെ ഹോസ്പിറ്റൽസിന്റെ കാര്യങ്ങളെല്ലാം തന്നെ കാണിക്കും. അത് ഇൻക്ലൂഡിങ് NHS മാത്രമല്ല, ലൈക്ക് ട്രസ്റ്റിന്റെ വലിയ ഹോസ്പിറ്റൽസ് മാത്രമല്ല, കമ്മ്യൂണിറ്റി ഹോസ്പിറ്റൽസിന്റെ വാക്കൻസീസ് അതിനകത്ത് വരുന്നതായിരിക്കും എപ്പോഴും. ഓക്കെ, അപ്പോൾ സ്കോട്ട്ലൻഡ് ജോബ്സ് ആണ് വേറെ ഒന്ന് വരുന്നത്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് നോക്കേണ്ടത്. പിന്നെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തിടാവുന്ന കുറച്ച് ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് ഏജൻസീസ് ആണ് മെയിൻ തിങ് യുവോവിൽ എന്ന് പറയുന്നത്. ഓക്കെ, യുവോവിൽ വൺ ഓഫ് ദ മെയിൻ റിക്രൂട്ടേഴ്സ് ആണ് UK ഉള്ളതിൽ. അപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് ഇൻ ബിറ്റ്വീൻ തന്നെ ഇപ്പോഴും അവർക്ക് വീണ്ടും വാക്കൻസീസ് വന്നിട്ടുണ്ട്. അവർ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ റിക്രൂട്ട്മെന്റും കാര്യങ്ങളെല്ലാം തന്നെ നടത്താറുണ്ട് ഇതിനിടയിൽ. അതായത് ഇവർ പ്രോപ്പറായിട്ട് ഡയറക്റ്റ് ആയിട്ട് NHSൽ റിക്രൂട്ട്മെന്റ് ഏജൻസി ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, ഒരു വലിയൊരു റിക്രൂട്ട്മെന്റ് കമ്പനിയാണ്. സോ ഇവർക്ക് വരുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഇതേപോലെ ട്രസ്റ്റിന്റെ നിങ്ങൾ ഒരുപാട് പേര് ചിലപ്പോൾ യുഒയിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ അവർക്ക് റീസെൻ്റ് ആയിട്ട് ഇന്റർവ്യൂസ് വന്നിട്ടുണ്ട്, പക്ഷേ പെട്ടെന്ന് തന്നെ ഫിൽഡ് ഇൻ ആയി പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ ആദ്യമേ കൊടുത്തിടുക. കീപ്പ് ഓൺ നിങ്ങൾ അവരെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുക, എന്തെങ്കിലും വാക്കൻസീസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിടുക. പക്ഷേ മെയിൻ തിങ് ഒരു ആപ്ലിക്കേഷൻ കൊടുത്ത് നിങ്ങളുടെ CV കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്തിടുക യുഒലിനകത്ത്. അവരുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം തന്നെ വരുന്ന സമയത്ത് നിങ്ങൾ എലിജിബിൾ കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് അവർ ഇൻവൈറ്റ് ചെയ്യും ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് എന്തായാലും. ഓക്കെ, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ ആഴ്ച യുഒലിൻ്റെ ഇന്റർവ്യൂസ് നടക്കുന്നുണ്ട് കേട്ടോ. ആപ്ലിക്കേഷൻസ് അവരിപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് യുഒവിൽ. ഓക്കെ, നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം എന്തായാലും. ഓക്കെ, പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നതാണ് യുവോവില് ചെയ്തിട്ടുണ്ട്, ശരണ്യ കയറിയിട്ടുണ്ട് അതിനകത്ത്. അത് ഇന്ന് മെയിൽ കിട്ടിയായിരുന്നു, എന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ, അവർ പറഞ്ഞു ഇനി ഇന്റർവ്യൂസ് വന്നെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ആ, ഓക്കെ, വെരി ഗുഡ്, പെർഫെക്റ്റ്. പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നതാണ്, അപ്പോൾ ഇത് നമ്മളിപ്പോൾ കൊടുത്തിട്ടുണ്ടല്ലേ നമുക്ക് വന്നിട്ടുള്ള എന്തായാലും. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, മെയിൻ തിങ്. അപ്പോൾ അത് നമ്മൾ കൊടുക്കുക എന്നുള്ള കാര്യം ഓൾവേസ് നമ്മൾ ശ്രദ്ധിക്കുക എന്തായാലും കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് നിങ്ങളുടെ ഹെൽത്ത് ജോബ്സ് എന്നിട്ട് സംഭവം ഉണ്ട് കേട്ടോ. നമ്മുടെ ഹെൽത്ത് ഇത് സെയിം നമ്മുടെ ട്രാക്ക് ജോബ്സിനകത്തൊക്കെ കാണുന്ന പോലെ തന്നെയാണ് healthjobs.uk എന്ന് പറയുന്ന സംഭവം. സെയിം അതിനകത്ത് കയറുന്ന പോലെ ട്രാക്ക് ജോബ്സിൽ എന്ത് കാണിക്കുന്നു അത് തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. ഇവിടെ നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ ഡയറക്റ്റ് അവിടെ കീവേഡ്സിൽ നിങ്ങൾ സ്റ്റാഫ് നഴ്സ് എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം വീണ്ടും അതിലേക്ക് തന്നെ പോകും. ഇവിടെ സ്റ്റാഫ് നഴ്സിൻ്റെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇവിടെ പർട്ടിക്കുലർ ഗ്രേഡ് നിങ്ങൾ നോക്കുന്ന സമയത്ത് താഴേക്ക് പോകുമ്പോൾ ബാൻഡ് 5 ആണ് നമ്മൾ നോക്കുന്നത്, ബാൻഡ് 5 തന്നെ കൊടുക്കുക. ദെൻ UK നിങ്ങളിപ്പോൾ ഓൾ ഓവർ UK ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് UK മാത്രം സെലക്ട് ചെയ്യുക. ദെൻ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എവിടേക്കാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ കൂടുതലും വെയിൽസിലേക്കുള്ളതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്, പക്ഷേ എങ്ങോട്ടൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിലും കാണിക്കും. ഇപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് സ്റ്റാഫ് ബാങ്ക് നഴ്സ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ ബാങ്ക് നഴ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ആ ഒരു ഏജൻസി നഴ്സ് ആണ്, അത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് എന്താണെന്നുള്ള കാര്യം നോക്കിയിട്ട് വേണം നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് കേട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇതുപോലെ തന്നെ വരുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഡിവോൺ ട്രസ്റ്റിൻ്റെ ഒക്കെ വാക്കൻസീസ്, അവരുടെയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേപോലെ നിങ്ങൾക്ക് നോക്കാം. ഡിവോൺ അലയൻസിൽ ആരെങ്കിലും നിങ്ങൾ ഷർണിയൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഡിവോൺ ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഡിവോൺ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ NHS സ്കോട്ട്ലാൻഡ് പറഞ്ഞു, ഒരു സെക്കൻഡ്. ഡിവോൺ അലയൻസിലും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ എന്താ കയറിയിട്ട് രജിസ്റ്റർ ചെയ്തിടാം. രജിസ്റ്റർ ചെയ്തിട്ട് കഴിഞ്ഞാൽ ലൈക്ക് അവർക്കും വാക്കൻസീസ് വരുന്ന സമയത്ത്, ഇപ്പോൾ അവർക്ക് വാക്കൻസീസ് ഒന്നും ഇല്ല, പക്ഷേ വാക്കൻസീസ് വരുന്ന സമയത്ത് അവർക്കും അവർ നിങ്ങൾ എന്ത് ചെയ്യും, ഷോർട്ട് ലിസ്റ്റും ഇൻ്റർവ്യൂസിനും കാര്യങ്ങളെല്ലാം തന്നെ വിളിക്കുകയും ചെയ്യും. പിന്നെ അതുപോലെ നെക്സ്റ്റ് വരുന്ന സംഭവമാണ് നമ്മുടെ NHS പ്രൊഫഷണൽസ്. NHS പ്രൊഫഷണൽസിനകത്തും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുത്തിടാം. ഇവരുടെയും അവരുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ എന്ന് പറയുന്നിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഴ്സിംഗ് ആൻഡ് അഡൽട്ട് കെയർ കയറി കഴിഞ്ഞാൽ അവർക്ക് വന്നിട്ടുള്ള ജോബ്സും കാര്യങ്ങളെല്ലാം അവരവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടിട്ടുണ്ടായിരിക്കും. ഏതെങ്കിലും കോമൺ ആയിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ട് അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നതാണെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുക്കാം. ഓക്കെ, പിന്നെ കോമൺ ആയിട്ട് വരുന്നതാണ് ID മെഡിക്കൽ എന്ന് പറയുന്നത്. ID മെഡിക്കലും വളരെ കോമൺ ആയിട്ട് എപ്പോഴും തന്നെ ഇന്റർവ്യൂ നടത്തുന്ന ഒരു സംഭവമാണ് ID മെഡിക്കൽ എന്ന് പറയുന്നത്. ID മെഡിക്കൽ കൊടുത്തിട്ടുണ്ടോ ആരെങ്കിലും ഒക്കെ? ID മെഡിക്കൽ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടോ? എനിക്ക് ഞാൻ ഗ്രൂപ്പിലൊക്കെ നമ്മൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ഗ്രൂപ്പിലൊക്കെ നമ്മൾ ഒരുപാട് എപ്പോഴും തന്നെ ഷെയർ ചെയ്യുന്ന ഒരു സംഭവമാണ് ID മെഡിക്കൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ID മെഡിക്കലിൻ്റെ കാര്യം കൂടെ ഒന്ന് നോക്കുക എന്തായാലും. ഓക്കെ,
പിന്നെ നെക്സ്റ്റ് ഉള്ളത് ODPC. ODPC നിങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ടായിരിക്കും മിക്കവാറും. പക്ഷേ ODPCയിൽ റെഗുലറായിട്ട് വരാറുണ്ട് ODPCക്കകത്ത് വാക്കൻസീസ്. ഇപ്പോഴും അവർ യോക്കിലേക്കൊക്കെ തന്നെ ലൈക്ക് നമ്മുടെ ആംബുലൻസ് സർവീസസിലേക്ക് തന്നെ വാക്കൻസീസ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് കുട്ടികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറേ പേർക്ക് അത് ഷോർട്ട് ലിസ്റ്റഡ് ആയി. നമ്മുടെ ഗ്രൂപ്പിലുള്ള തന്നെ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് നമ്മൾ എവിടെയെല്ലാം നമ്മൾ അന്വേഷിക്കുന്നു എന്ന് പോലെ ഇരിക്കും. വാക്കൻസീസ് പലയിടത്തായിട്ട് പല രീതിയിൽ വരാറുണ്ട്. സോ അതൊക്കെ നിങ്ങളൊന്ന് നോക്കുക എന്തായാലും. ഓക്കെ, അപ്പോൾ ODPCയിലും കൂടെ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്തിടുക. അവിടെയും അവരുടെ വെബ്സൈറ്റ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ചെക്ക് ചെയ്യുക, റെഗുലറായിട്ട് ചെക്ക് ചെയ്യുക. കാര്യം വേറെ ഒരിടത്തും തന്നെ നോട്ടിഫിക്കേഷൻ ചിലപ്പോൾ വരാറില്ല. നമ്മൾ എല്ലാം ശ്രദ്ധിച്ചോളണമെന്നില്ല. വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആപ്ലിക്കേഷൻ കൊടുക്കാൻ നിങ്ങൾ എലിജിബിൾ ആവുകയും ചെയ്യും എന്തായാലും. പക്ഷേ ഇവിടെ എല്ലായിടത്തും മിക്കവാറും ഉള്ളിടത്ത് എല്ലായിടത്തും തന്നെ ഇപ്പോൾ പറയുന്ന ഒരു മെയിൻ തിങ്, നിങ്ങൾ വർക്കിംഗ് ആയിരിക്കണം, സ്റ്റിൽ വർക്കിംഗ് ആയിരിക്കണം. ഇപ്പം ഇന്റർവ്യൂസിന് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്താണെങ്കിൽ അവർ നമ്മളെ കോൺടാക്ട് ചെയ്താലും ചോദിക്കുന്നത് നിങ്ങൾ സ്റ്റിൽ വർക്കിംഗ് ആണോ, അല്ലെങ്കിൽ മോർ ദാൻ 1 year എക്സ്പീരിയൻസ് ഉണ്ടോ, എങ്കിൽ മാത്രമായിരിക്കും നിങ്ങളെ മിക്കവാറും എന്ത് ചെയ്യുന്നത്, ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വേറെ എന്തെങ്കിലും ഈ ഏജൻസീസിന്റെ കാര്യം പറഞ്ഞതിലും കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? No, sir. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ ജോബ് ആപ്ലിക്കേഷൻ്റെ ഇതിലോട്ട് പോവാം കേട്ടോ. ഓക്കെ, സോ ട്രാക്ക് ജോബ്സും NHS ജോബ്സും സ്കോട്ട്ലാൻഡ് ജോബ്സും ഹെൽത്ത് ജോബ്സ് UK, യുവോവിൽ അല്ലെങ്കിൽ NHS പ്രൊഫഷണൽസ്, അങ്ങനെ എല്ലാം തന്നെ നിങ്ങൾക്ക് ഒരു ക്ലിയർ പിക്ചർ, ഒരു ID മെഡിക്കൽസിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നേരത്തെ തന്നെ ഉള്ള അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് NHS ജോബ്സ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ഓത്തൻറ്റിക് ആയിട്ടുള്ള കുറേ വെബ്സൈറ്റ്സ് ആണ് നിങ്ങൾക്ക് പ്രോപ്പർ ജോബ് ആപ്ലിക്കേഷൻസ് കൊടുക്കും. ഇതിനൊന്നും തന്നെ ഫീസോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആപ്ലിക്കേഷൻസ് ഇടാവുന്നതാണ് എന്തായാലും. ഓക്കെ, അപ്പോൾ എങ്ങനെ ഒരു ജോബ് ആപ്ലിക്കേഷൻ പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടൊരു ആപ്ലിക്കേഷൻ എങ്ങനെ നിങ്ങൾ കൊടുക്കണം എന്നുള്ള ഒരു ക്ലിയർ വീഡിയോ ട്യൂട്ടോറിയൽ ഇതുപോലെ തന്നെ ഞാൻ നെക്സ്റ്റ് നമ്മുടെ വീഡിയോ യൂട്യൂബ് ചാനൽ ഇടുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിരിക്കണം, മസ്റ്റായിട്ട്. നിങ്ങളൊരു ജോബ് ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. കാര്യം ഒരുപാട് കുട്ടികൾക്കാണ് റിജക്ഷൻസ് വരുന്നത്. അപ്പോൾ റിജക്ഷൻ വരുന്നതിൻ്റെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഞാൻ റിവ്യൂ ചെയ്തിട്ടുള്ളത് കൊണ്ടും അനലൈസ് ചെയ്തിട്ടും അറിയാം എന്ത് മിസ്റ്റേക്സ് ആണ് കാൻഡിഡേറ്റ്സ് നോർമലി ജോബ് ആപ്ലിക്കേഷൻസ് കൊടുക്കുമ്പോൾ വരുത്തുന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് ഒരു വീഡിയോ ട്യൂട്ടോറിയൽ എക്സാമ്പിൾസ് സഹിതമാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ. നിങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കി, പ്രത്യേകിച്ച് നിങ്ങളുടെ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻസ് കൊടുക്കുന്ന സമയത്തും, നിങ്ങൾ ജോബ് എംപ്ലോയ്മെൻറ്റ്, പ്രീവിയസ് എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ ഗ്യാപ്സോ കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്തും, അല്ലെങ്കിൽ നിങ്ങൾ വിസ കാറ്റഗറി നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്തും, അങ്ങനെ എല്ലാം ഓക്കെ A to Z നിങ്ങളുടെ ജോബ് ആപ്ലിക്കേഷൻസ് ട്രാക്ക് ജോബ്സിൽ കൊടുക്കുന്ന കാര്യങ്ങൾ എങ്ങനെ എന്നുള്ള കാര്യങ്ങൾ ആ വീഡിയോയിലുണ്ട്. നിങ്ങളത് ഉറപ്പായിട്ടും കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഇനിയൊരു ജോബ് ആപ്ലിക്കേഷൻസ് കൊടുക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും സക്സസ്ഫുൾ ആയിട്ടൊരു ആപ്ലിക്കേഷനിലോട്ട് എത്തുകയും ചെയ്യും എന്തായാലും. ഓക്കെ, അപ്പോൾ ഈ ഒരു 9 വെബ്സൈറ്റ്സും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസാണ് നമ്മുടെ ചാനലിൽ ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെയും യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ചാനലിനകത്ത് ഇൻ്റർവ്യൂൻ്റെ അപ്ഡേറ്റ്സും ഇതുപോലത്തെ ടിപ്സിൻ്റെ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യാറുണ്ട്. ഇൻസ്റ്റാഗ്രാം പേജിലെല്ലാം തന്നെ ഷെയർ ചെയ്യാറുണ്ട്. NHS ഇൻ്റർവ്യൂസിന് വേണ്ടി മാത്രമായിട്ടുള്ള നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ്സും സെഷൻസും കാര്യങ്ങളെല്ലാം തന്നെ ഞങ്ങൾ അറേഞ്ച് ചെയ്യാറുണ്ട്. ഇതെല്ലാം നമ്മുടെ വെബ്സൈറ്റിനകത്ത് നമ്മൾ പ്രോപ്പർ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള ലിങ്കുകളും കാര്യങ്ങളെല്ലാം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ കയറുക, എല്ലാം തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുകയും ചെയ്യാം എന്തായാലും. സോ NHS ജോബ്സ് നോക്കുന്ന നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം എന്തായാലും. ഓക്കെ, അത് നിങ്ങളൊരു ഇൻ്റർനാഷണൽ നേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളിവിടെ UK-യിൽ ഓൾറെഡി ഉള്ളവരാവട്ടെ, നിങ്ങൾ സ്റ്റഡി ചെയ്യുന്നവരാവട്ടെ, PSW-ലാണെങ്കിലാവട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഏതൊരു കാറ്റഗറിയിലാണെങ്കിലും NHS-ൽ നിങ്ങൾ കയറാൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്തായാലും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ കിസ്മി കൃഷ്ണ സൈനിങ് ഓഫ് ഫ്രം മല്ലു നഴ്സിംഗ് കപ്പിൾ. ബൈ.